ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡയോഡ്, അതുപോലെ തന്നെ ബാക്കി ആക്റ്റീവ് പാസീവ് കമ്പോണൻറ്റുകളുടെയൊക്കെ പ്രോപ്പർട്ടീസും അതുപോലെ അവരുടെ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയോഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയോഡ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് ആണ് റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ റെക്ടിഫയേഴ്സിൻ്റെ ഫർദർ സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിൽ റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്പാണ്, ഹാഫ് വേവ് അതുപോലെ ഫുൾ വേവ്. ഇത് നോർമൽ റെക്ടിഫയേഴ്സ് ആണ്, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ്. ഇതിൽ നിന്ന് നമുക്കൊരു സ്പെഷ്യൽ കേസ് കൂടെ ചിലപ്പം പഠിക്കാനുണ്ടാവും, ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെക്ടിഫയർ എന്ന് വെച്ചാൽ ഉപകരണം ഇത്രയേ ഉള്ളൂ, ഒരു AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ് റെക്ടിഫയർ എന്നുള്ളത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയോഡ് ആണ് താൻ. അപ്പോൾ ആദ്യം തന്നെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ പോയിന്റുകളാണ് പറയുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു AC to DC കൺവെർട്ടറാണ് ഹാഫ് വേവ് റെക്ടിഫയർ. നമ്മളിതിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഡയോഡും ഒരു ലോഡ് റെസിസ്റ്റൻസും പിന്നെ അതുപോലെ തന്നെ AC-യിൽ നിന്ന് DC-യിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വോൾട്ടേജ്, അതായത് സാധാരണ നമുക്ക് ലൈനിൽ കിട്ടുന്ന 230 അത്രയും വലിയ വോൾട്ടേജാണ്. അപ്പോൾ ആ ഒരു വലിയ വോൾട്ടേജിനെ ചെറുതാക്കി അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 230 എന്നുള്ളത് 24ലേക്ക് ചുരുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 24, 9, 12, 6 ഈ ഒരു ലെവലിലാണ് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ DC വോൾട്ടേജുകൾ സെറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ 230 വോൾട്ടിൽ നിന്ന് 6 വോൾട്ട് 9 വോൾട്ട് ആ ഒരു ലെവലിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 230നെ 12 വോൾട്ട് AC തന്നെ ആക്കണം, അല്ലെങ്കിൽ 9 വോൾട്ട് AC തന്നെ ആക്കണം. അതിനുശേഷം മാത്രമേ റെക്ടിഫയറിൻ്റെ പ്രവർത്തനം നടക്കുകയുള്ളൂ. 230 വോൾട്ട് ഡയറക്റ്റ് ആയിട്ട് റെക്ടിഫയറിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിംഗ് അല്ല ഡയോഡിനൊക്കെ ഉണ്ടാവുക. നമ്മൾ ഡയോഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ എന്താ വെച്ചാൽ പവർ ലൈനിനെയും ഈ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡയോഡൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ചെറിയ സ്മോൾ ലൈനെയും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യും. ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ ചെയ്യുന്ന പോലെ തന്നെ ഒരു സൈഡിൽ വലിയ വോൾട്ടേജും മറ്റു സൈഡിൽ ചെറിയ വോൾട്ടേജുമായിട്ട് നിലനിർത്തും. പിന്നെ ഇതിൻ്റെ വർക്കിങ്ങും ഈ ഒരു പാരഗ്രാഫിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കാണിക്കാം. സർക്യൂട്ട് ഡയഗ്രാം കാണിക്കുന്ന ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഈ ഒരു പാർട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ AC മെയിൻ സപ്ലൈ ആണ് ഇത്. അതായത് ഒരു ഫേസും ഒരു ന്യൂട്രലും വരുന്ന സപ്ലൈ ആണ്. അതിൽ 240 വോൾട്ട് 50 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ളതിനെ നമ്മളിവിടെ VRMS എന്നുള്ളത് അത് നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ഒരു 12 വോൾട്ടാണ് കിട്ടുന്നത്. ഈ 12 വോൾട്ട് എന്ന് വെച്ചാൽ AC ആണ്. അപ്പോൾ AC 12 വോൾട്ട് 50 ഹെർട്സ്. കാരണം 50 ഹെർട്സ് തന്നെ പറയാൻ കാരണം എന്താ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ 2 വശങ്ങളിലുള്ള ഫ്രീക്വൻസി സമമായിരിക്കും. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ചെറിയ സർക്യൂട്ട്, അതായത് ഡയോഡും ലോഡ് റെസിസ്റ്റൻസും അടങ്ങിയിട്ടുള്ള ആ ഒരു ചെറിയ സർക്യൂട്ടിനെ ഈ മെയിൻ സപ്ലൈയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ അതുമാത്രമല്ല, ഈ ഒരു വലിയ സപ്ലൈനെ 240 എന്നുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ 230 വോൾട്ടേജ് എന്നുള്ള വലിയൊരു സപ്ലൈനെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ വോൾട്ടേജ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തുള്ളത് 12 വോൾട്ടാണ്. അപ്പോൾ 12 വോൾട്ടിലേക്ക് ചുരുക്കുന്ന സമയത്ത് നമുക്ക് അതിനായിട്ടുള്ള 12 വോൾട്ട് കപ്പാസിറ്റി അല്ലെങ്കിൽ 12 വോൾട്ട് താങ്ങുന്ന തരത്തിലുള്ള ഡയോഡുകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ഡയോഡ് എന്ന് പറഞ്ഞാൽ IN 4007 എന്ന് പറയുന്ന ഡയോഡാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഡയോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 12 വോൾട്ട് വരെ
താങ്ങാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഒരു പരിധി വരെ 1 മുതൽ 3 ആംപിയർ വരെയൊക്കെ താങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞു തന്നത് മുൻപുള്ള പോയിൻ്റ് വൈസിൽ നമ്മൾ വർക്കിംഗ് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് ഞാൻ വർക്കിംഗ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിള്, നെഗറ്റീവ് ഹാഫ് സൈക്കിള് എന്നുള്ള 2 കൺസെപ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ ഒരു എ സിക്ക് നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ വരുന്നത് എ സി ആണ്. പക്ഷേ ഇവിടെ വരുന്നതിൻ്റെ മാക്സിമം വോൾട്ടേജ് 240 ആണെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ ഈ സൈഡിൽ എത്തുമ്പോഴും ഇതേ സാധനം തന്നെയായിരിക്കും, എ സി ഇതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ 12 വോൾട്ടിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12 വോൾട്ടിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. +12 -12. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്ലസ് ആയിട്ടും ഇവിടെ മൈനസ് ആയിട്ടും കണക്കാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഫസ്റ്റ് ഹാഫ് സൈക്കിളാണ്. ഇനി ഈ ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നുണ്ട്. ആ ഹാഫ് സൈക്കിളിൽ അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് ആയിട്ടും ഇവിടെ മൈനസ് ആയിട്ടും കണക്കാക്കേണ്ടി വരും. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്? അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എന്താണ്, ഡയോഡ് 1 മാത്രം കണ്ടക്ട് ചെയ്യും. കാരണം എന്താ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഞാൻ പറഞ്ഞു മുകളിൽ പ്ലസും ഇവിടെ പോസിറ്റീവായിട്ടും, ഡയോഡിൻ്റെ പോസിറ്റീവ് എൻഡ് കണക്ട് ചെയ്യേണ്ടടുത്ത് പോസിറ്റീവും, ഈ എൻഡിൽ ട്രാൻസ്ഫോമറിൻ്റെ ഈ എൻഡിൽ നെഗറ്റീവായിട്ടും, ഇവിടെ പ്ലസും മൈനസും ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയോഡ് പ്ലസ് മൈനസ് എന്നുള്ളത് ഇതിൻ്റെ ആനോഡ് കാഥോഡിൽ കണക്ഷൻ ആനോഡ് തന്നെയാണ് പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് കറണ്ട് ഫ്ലോ കംപ്ലീറ്റ് ആവും. അതായത് ഈ ഒരു പ്ലസ് ടു മൈനസ് കറണ്ട് ഫ്ലോ കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഡയോഡിലൂടെ ലോഡിലേക്ക് പോകുന്ന കറണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതേപോലെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ കിട്ടും. ഈ ഒരു ഹാഫ് സൈക്കിൾ അതേപോലെ ഔട്ട്പുട്ടിൽ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ നേരെ തിരിച്ചായിരിക്കും എന്ത് വരിക, കണക്ഷൻ വന്നിട്ടുണ്ടാവുക. നേരെ തിരിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ സൈഡ് നെഗറ്റീവും ഈ സൈഡ് പോസിറ്റീവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ചെയ്ത് ഇങ്ങനെ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഡയോഡ് എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയോഡ് റിവേഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഫോർവേഡ് ബയാസിലായിരുന്നു, ഇപ്പോൾ റിവേഴ്സ് ബയാസിലാണ്. കാരണം ഡയോഡിൻ്റെ ആനോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നെഗറ്റീവ് പോയിൻ്റാണ്, നെഗറ്റീവ് സപ്ലൈ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഇത് കഴിയുന്നത് വരെ നമുക്ക് എന്തുണ്ടാവില്ല, കറണ്ട് വരില്ല. അപ്പോൾ അത്രയും സ്ഥലം വേക്കൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ 0 വോൾട്ടേജ് എന്ന് തന്നെ പറയാം, ആ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ പിന്നെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത വോൾട്ടേജ് അടുത്ത ഹാഫ് സൈക്കിളാണ് വരിക. അപ്പോൾ കറണ്ട് ഫ്ലോ ഫ്രം പോസിറ്റീവ് എൻഡ് ടു എൻഡ് ഓഫ് ദ സപ്ലൈ ത്രൂ ദ ഡയോഡ് D1 ആൻഡ് RL to the negative terminal of the input. Negative half cycle, during the negative half cycle, AC input line frequency the diode is reverse biased. Practically no current flow through the diode and the load RL and there is no voltage output. അപ്പോൾ സാധാരണ രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് പ്രാക്ടിക്കലായിട്ടൊരു കറണ്ട് അതിൽ കൂടെ ഫ്ലോ ഇല്ല. അതുകൊണ്ട് തന്നെ RL ലോഡിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്കൊരു വോൾട്ടേജും കണക്കാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ക്ലിയർ ആയിട്ട് നോക്കുക. AC മെയിൻസ് ടു ഒരു VRMS എന്നുള്ളൊരു സെപ്പറേറ്റിംഗ് ഐസൊലേറ്റിംഗ് ട്രാൻസ്ഫോമർ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സർക്യൂട്ടാണ് ഡയോഡ് ലോഡ് റെസിസ്റ്റൻസ് അടങ്ങിയിട്ടുള്ളത്. ലോഡ് റെസിസ്റ്റൻസിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ വേവ് ഫോം ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വരുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എപ്പോഴും കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഒരു പൾസേറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു DC മോഡലാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക.
ഇവിടെ എന്താണ് ഒരു ഫുൾ ഹാഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് 0 to 2π വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ചെറിയ ഹാഫ് സൈക്കിൾ മാത്രം കണ്ടക്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ അത്രയും ഭാഗം മാത്രമാണ് കിട്ടുന്നത്. അതാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വേവിൻ്റെ പാറ്റേൺ എന്നാണ്. ഇതാണ് വി ഔട്ട് എന്ന് പറഞ്ഞാൽ വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതിൽ ഈ വി പി എന്ന് എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ VRMS ഈ സെക്കൻഡ് സ്റ്റേജിൽ കിട്ടുന്ന ട്രാൻസ്ഫോമറിൻ്റെ ശേഷം, അതായത് ട്രാൻസ്ഫോമർ ആക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള വോൾട്ടേജാണ് വി പി ആയിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്നുള്ളത്? അതായത് സാധാരണയായിട്ട് ഒരു ഡയോഡിൽ ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെർമാനിയത്തിന് 0.3 വോൾട്ടും അതുപോലെ തന്നെ സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ടും ആയിരിക്കും. അത് സംഭവം എന്താ വെച്ചാൽ ഡയോഡിൻ്റെ ഒരു റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഡയോഡ് ഒരു കണ്ടക്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. റിവേഴ്സ് ബയസ്ഡ് ആവുന്ന സമയത്ത് തീരെ എന്തുണ്ടാവില്ല, കണ്ടക്റ്റിംഗ് അല്ല. പക്ഷേ ഫോർവേഡ് ബയസിലാവുമ്പോൾ കണ്ടക്റ്റിംഗ് ആണ്, പക്ഷേ ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് 0.3 വോൾട്ട് അല്ലെങ്കിൽ 0.7 വോൾട്ട് എന്ന് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ VRMS എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പീക്ക് വാല്യൂ ആണ്. അതായത് വി പി എന്ന് ഉദ്ദേശിക്കുന്നത് 0 to ഇതുവരെയുള്ള വി പി എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ആണ്. ഇതിനെ നമ്മൾ പറയാറുള്ളത് പീക്ക് വാല്യൂ എന്നാണ്. പക്ഷെ നമ്മൾ കാൽക്കുലേഷനിലൊക്കെ എടുക്കൽ RMS വാല്യൂ ആണ്. അപ്പോൾ RMS വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, പീക്ക് വാല്യൂ ബൈ √2 എന്നുള്ള കൺസെപ്റ്റാണ്. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതാ VRMS എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഇൻറ്റു 0.707 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് സാധാരണ എഴുതൽ. VRMS എന്ന് പറഞ്ഞാൽ VP ബൈ √2, അതായത് 1/√2 എന്നുള്ളതിനെ വേണമെങ്കിൽ നമുക്ക് VP ഇൻറ്റു 0.707 കൂടെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, VP എത്രയാണെന്നുള്ളത് അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്താണെന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് പീക്ക് വാല്യൂ സമം VRMS ബൈ 0.707 എന്നുള്ള ഈ ഒരു ഇക്വേഷനിലേക്ക് മാറുക. അതായത് VP വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. VP വാല്യൂ ആണ് നമുക്ക് അവിടെ ഔട്ട്പുട്ടിൽ കിട്ടുക. ഇനി DC വോൾട്ടേജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ഹാഫ് ഡയോഡിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് ശരിക്കും എന്താണ്, ഒരു ഹാഫ് സൈക്കിൾ മാത്രമാണ്. അതായത് ഒരു ഫുൾ സൈക്കിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഒരു ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് മാത്രമാണ്. ഇവിടെ വേക്കൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ DC വാല്യൂവിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ VPൻ്റെ ഇവിടെ വരുന്ന പീക്ക് വാല്യൂവിൻ്റെ എത്രയാണ്, 0.318% ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് VDC എന്നുള്ളത് DC വോൾട്ടേജ്, അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു സൈക്കിളിൽ കിട്ടുന്ന ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ VDC എന്ന് എഴുതിയിട്ടുള്ളത്. VDC എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഈ VPനെ നമ്മൾ ഈ ഇക്വേഷൻ മാറ്റി എഴുതുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് എന്താ, VDC എന്ന് പറഞ്ഞാൽ DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.45 ഇൻറ്റു VRMS. അതായത് ഏകദേശം ഒരു 50% നമ്മൾ ഇതിൽ കൊടുക്കുന്ന VRMSൻ്റെ 50% പോലത്തെ ഒരു വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു ഔട്ട്പുട്ടിൽ ഇപ്പോൾ ഇവിടെ ഒരു 12 വോൾട്ടേജാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു 12 വോൾട്ടാണ് നമുക്കിവിടെ പ്ലസ് എന്താണ് 0.12 എന്ന് പറഞ്ഞ വോൾട്ടേജാണ് വരുന്നത് വെച്ചാൽ VRMS എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ ആ VRMSൻ്റെ നമ്മൾ റെക്ടിഫയർ ആക്കി കഴിഞ്ഞാൽ VDC എന്ന് പറഞ്ഞാൽ 0.45 ഇൻറ്റു 12, അതായത് ഏകദേശം എത്ര വരിക, 50% എന്ന് പറഞ്ഞാൽ 6 വോൾട്ടാണ് വരിക. ഒരു 5.25 വോൾട്ടൊക്കെയാണ് ഏകദേശം എന്ത് വരിക, ഈ ഒരു 12 വോൾട്ടിൻ്റെ കിട്ടുക. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5.75 വോൾട്ട് DC ആയിരിക്കും വരുന്നത്. അത് എങ്ങനത്തെ DC ആയിരിക്കും, ഈ ഒരു ഇതിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു പൾസേറ്റിംഗ് ആയിട്ട് വരുന്ന പോലത്തെ DC ആയിരിക്കും വരിക. അതായത് ഈ ഒരു ഇമാജിനറി വരച്ചിട്ടുണ്ടല്ലോ, അത്രയും വാല്യൂ ഉണ്ടായിരിക്കും അതിന് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അതായത് ഇത് അതിൻ്റെ ആവറേജാണ് കാണിച്ചിട്ടുള്ളത് VDC എന്നുള്ളത്. ഇപ്പോൾ ഒരു സൈക്കിളിൽ നമ്മൾ 0 മുതൽ 2 വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാത്രമാണ് വോൾട്ടേജ് ഉള്ളത്. ഇവിടെ ഒരു കുറച്ച് സ്ഥലം വേക്കൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഫുള്ള് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ആവറേജ് വോൾട്ടേജ് കിട്ടുന്നത് VDC എന്നുള്ളതായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ആവറേജ് വാല്യൂ, DC വോൾട്ടേജിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞത്. പിന്നെ അതിൽ നിന്ന് തന്നെ കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ലോഡ് റെസിസ്റ്റൻസുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, VDCനെ ലോഡ് റെസിസ്റ്റൻസുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള കറണ്ട്, ആ സർക്യൂട്ടിലെ കറണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ 2 കാര്യങ്ങൾ നമുക്ക് ഇനി പറയാനുണ്ട്. ഈ റിപ്പിൾ ഫ്രീക്വൻസി എന്നുള്ളതും അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്നുള്ളതും. റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, റെക്ടിഫൈഡ് DCക്ക് വരുന്ന ഫ്രീക്വൻസി AC ഇൻപുട്ടിൻ്റെ പോലെയാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് ഫ്രീക്വൻസി ഓഫ് ദ റെക്ടിഫൈഡ് പൾസേറ്റിംഗ് DC ഈസ് സെയിം ആസ് ദാറ്റ് ഫ്രീക്വൻസി ഓഫ് ദി പൾസേറ്റിംഗ് AC ഇൻപുട്ട്. ദിസ് ഈസ് ട്രൂ ഫോർ ദ ഓൾ ദ ഹാഫ് വേവ് റെക്ടിഫയർ. അതായത് ഫ്രീക്വൻസി ഡബിൾ ആവുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ ഇത് വരച്ച സമയത്ത്, അതായത് AC-ൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, 1, 2 ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇവിടെ DC-ക്ക് വരുന്ന ഫ്രീക്വൻസി ഇത് തന്നെയാണ്, 1, 2 അങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് ഇവിടെ എത്രയാണോ സെയിം ഫ്രീക്വൻസി വരുന്നത്, ഇവിടെ ഇപ്പോൾ ഒരു 50 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ അതേ 50 ഹെർട്സ് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ റിപ്പിൾ ഫ്രീക്വൻസി എന്നുള്ളത് DC ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസിയാണ്. അതായത് പൾസേറ്റിംഗ് DCൻ്റെ ഫ്രീക്വൻസി നമ്മൾ AC ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആണ് എന്നാണ് ഏതിൽ, ഹാഫ് വേവ് റെക്ടിഫയറിൽ. ഹാഫ് വേവ് റെക്ടിഫയറിൽ DC പൾസേറ്റിംഗ് DCൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ AC ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിൻ്റെ സെയിം ആണ്. അപ്പോൾ റിപ്പിൾ ഫ്രീക്വൻസി എന്താണ്, റെക്ടിഫൈഡ് പൾസേറ്റിംഗ് ഇതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് പറയുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഫ്രീക്വൻസി F ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പിൾ ഫ്രീക്വൻസി എന്തായിട്ട് പറയാം, F എന്ന് തന്നെ പറയാം. കാരണം എന്താ, ഇത് രണ്ടും സെയിം ആണ്. പിന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാലോ, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഏറ്റവും മാക്സിമം വോൾട്ടേജ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം നെഗറ്റീവ് പീക്ക് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയറിന് ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് ഈസ് അറ്റ് ദി മാക്സിമം നെഗറ്റീവ് പീക്ക്. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് ആണ് ഏറ്റവും നെഗറ്റീവ് പീക്കിലായിട്ട് വരുന്നത്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്നുള്ളത് അതായിട്ട് വരുന്നത്. അപ്പോൾ ഈ 2 പോയിന്റുകളും നമ്മൾ നോക്കണം. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻവേഴ്സ് വാല്യൂനെയാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 5 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ആ 5 വോൾട്ടിനെ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ -5 തന്നെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന VP അല്ലെങ്കിൽ V മാക്സിമത്തിൻ്റെ അതേ വാല്യൂ ആണെന്ന് പറഞ്ഞുള്ളത്.